ഇവിടെ എനിക്ക് സംസാരിച്ച് നിൽക്കാൻ നേരെയില്ല. എനിക്കിന്ന് കുറേ പരിപാടിയുണ്ട്. ഇന്ന് എനിക്ക് കുറേ എൻചാൻമെൻറ്റ് ബുക്കൊളാക്കി കുറേ എൻചാൻമെൻറ്റ് ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാൻ ഞാൻ കുറേ കുഴിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കുഴിക്കണ പരിപാടി ഇച്ചിരി പാടാണ്. നമുക്ക് എന്തായാലും അപ്പം ഇത് കുറച്ച് കുഴിച്ച് കുറച്ച് ആൾക്കാരെ വെച്ച് അവത്തിൽ നമുക്ക് എഫിഷ്യൻസി 5 പോലത്തെ നല്ല എൻജോയ്മെൻറ്റ് ഒപ്പിച്ചിട്ട് നമുക്ക് ബാക്കി കുഴിക്കാൻ ഓർത്തു. പിന്നെ ഞാൻ കുറച്ച് വില്ലേജറൊക്കെ ആയിട്ടുള്ള സ്ഥലം ഉണ്ടാക്കി. എന്നിട്ട് നേരെ വില്ലേജസിനെ അങ്ങോട്ട് കയറ്റി കിട്ടുക. ഇവന്മാർ പണിയെടുക്കുന്നില്ല. ഞാൻ ഇപ്പോഴത്തേക്ക് ഒന്ന് ബ്ലോക്ക് വെച്ചിട്ട് നോക്കാൻ പണിയെടുക്കുമെന്ന്. ഒരുത്തും പണിയെടുത്തായിരുന്നു. ഞാൻ അത് പൊട്ടിച്ച് നോക്കി. പണിയെടുക്കുന്നില്ല. ഇവനും പണിയെടുക്കുന്നില്ല. ഓക്കെ, ഇവൻ പണിയെടുത്തിട്ടുണ്ട്. ഇവൻ പണിയെടുക്കുന്നില്ല. അതെന്താണ് ഇവൻ്റെ ട്രേഡ്? എന്താണ്? ബുക്ക് ഷെൽഫ്. അടുത്തൊന്നും കൂടെ പൊട്ടിച്ച് നോക്കണം. ഇനി പൊട്ടിക്കുക, വെക്കുക. പണിയെടുക്കുന്നില്ലല്ലോ. ഒന്നും കൂടെ പൊട്ടിച്ച് നോക്കാം. ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പക്ഷേ ആദ്യം പിന്നെ എടുത്തു. ലൂട്ടിങ് 3. എൻ്റെ മോനെ, ഒരു നല്ല എൻചാൻമെൻറ്റ് തന്നെ വന്നത്. പെട്ടെന്ന് വീട്ടിൽ പോ. എമറാൾഡില്ല, എമറാൾഡ് എടുക്കണം. പോയി. ഇങ്ങോട്ടല്ല. അങ്ങോട്ടാണ്. വരി ഞാൻ മറന്നുപോയി. ഇവിടെയല്ല, ഞാൻ എല്ലാം കൊണ്ട് വീട്ടിൽ വെച്ചായിരുന്നു. മറന്നുപോയി. ഇനി അതും എടുക്കട്ടെ. എല്ലാ എമറാൾഡിങ് പോരട്ടെ. എല്ലാം ഇങ്ങനെ എടുത്തു. എല്ലാം ഒരു ബുക്ക് ഷെൽഫ് എൻ്റെ നിന്ന് മേടിച്ചേക്കാം. ഒരു ബുക്ക് ഷെൽഫ് ഒന്നിരിക്കട്ടെ. നമ്മൾ ലൂട്ടിങ് തിയറി തന്നെ ആവശ്യക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല. ഇനിയിപ്പം കുറച്ച് ബുക്ക് ഷെൽഫും കൂടി മേടിച്ചിട്ട് അടുത്ത മറ്റു സാധനം ഉണ്ടാക്കേണ്ടതാണ്. 7 ബുക്ക് ഷെൽഫ് മേടിച്ചിട്ടുണ്ട്. ഓക്കെ, കുറേ നേരം കഴിഞ്ഞ് ഇവന്മാരും മര്യാദക്ക് പണിയെടുക്കുന്നുമില്ല. മര്യാദക്ക് നല്ല ബുക്ക് തരുന്നുമില്ല പണിയെടുത്താലും. അപ്പം ഞാൻ എന്തായാലും ഇവന്മാരെ കുറേ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ലിറ്ററലി കുറേ നേരം കഴിഞ്ഞു. ഇപ്പോൾ ഇവനെനിക്ക് ലൂട്ടിങ് 3 തരുന്നുണ്ട്. ഇവനെനിക്ക് ഫെദർ ഫാളിങ് 4 തരുന്നുണ്ട്. ഇവനെനിക്ക് അൺബ്രേക്കിംഗ് 3 തരുന്നുണ്ട്. ഇവനെനിക്ക് കണ്ടോ എഫിഷ്യൻസി 5 തരുന്നുണ്ട്. ഈ അൺബ്രേക്കിംഗ് 3 ഒപ്പിക്കുന്ന വില്ലേജർ മാത്രമാണ് ഇച്ചിരി പാടെടുത്തത്. ബാക്കി എല്ലാവരും പെടയെന്നും പറഞ്ഞ് പണിയെടുക്കുന്നുണ്ടായിരുന്നു. ഈ എഫിഷ്യൻസി 5 എടുത്ത് എൻ്റെ ഈ പിക്കാസിലോട്ട് ആഡ് ചെയ്തിട്ട് എനിക്ക് ബാക്കി കുടിക്കാൻ തുടങ്ങണം. അപ്പോൾ ആദ്യം ഈ പിക്കാസിലുള്ള ഈ ഫോർച്യൂൺ ഒന്ന് കളയണം. അതിന് മറ്റേ സാധനം ഉണ്ടാക്കണം. ഞാൻ അപ്പോൾ അതുണ്ടാക്കിയിട്ട് വരാം. ഓക്കെ, കുറേ നേരം എടുത്തു ഈ സാധനങ്ങളിലൊന്ന് ഒപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം തൊട്ടാക്കുള്ള സാധനമൊക്കെ ഒപ്പിക്കാൻ കുറച്ച് നേരം എടുത്തു. ഈ സ്റ്റോണൊക്കെ ഒപ്പിക്കാൻ ഞാൻ എന്തായാലും പിക്കാസ് എടുത്ത് വെച്ചിട്ട് നോർമൽ പിക്കാസ് ആക്കിയിട്ടുണ്ട്. ഈ പെട്ടിക്കകത്ത് അൺബ്രേക്കിംഗ് 3 എടുത്തിട്ട് ഇനിയിപ്പോൾ ഈ പിക്കാസ് എടുത്ത് ഇങ്ങോട്ട് വെക്കുക. ഈ അൺബ്രേക്കിംഗ് 3 എടുത്ത് വെക്കുക. അൺബ്രേക്കിംഗ് 3 പിക്കാസ് റെഡി. ഇനി പിക്കാസ് എടുത്ത് വെക്കുക. എഫിഷ്യൻസി 5 കൂടെ എടുത്ത് വെക്കുക. ഓക്കെ, എഫിഷ്യൻസി 5 അൺബ്രേക്കിംഗ് 3 പിക്കാസ് റെഡി. ഇനി ഇതൊന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ എനിക്ക്. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് തന്നെ കുഴിച്ച് നോക്കണം. ബ്ലോക്ക് ഔട്ടുന്ന സ്പീഡ് കണ്ടോ. ഇനിയിപ്പോൾ എനിക്ക് ടൈം ലാപ്സ് ഇടേണ്ട കാര്യം പോലും ഇല്ല. പറഞ്ഞ നേരം കൊണ്ട് ഇതെല്ലാം പൊട്ടിച്ച് തീർക്കാവുന്നേ ഉള്ളൂ. എന്തായാലും ഞാൻ ടൈം ലാപ്സ് ഇടാം, വെറുതെ ലെങ്ത്ത് കൂട്ടണ്ട. ഓക്കെ, ഞാനിപ്പോൾ ഇതെല്ലാം പൊട്ടിച്ച് ബാക്കിയുള്ള വില്ലേജറിനെ സെറ്റ് ചെയ്ത് അവർക്കുള്ള എൻജോയ്മെൻ്റ് എല്ലാം ഒപ്പിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അത് കുറേ നേരത്തെ ഗ്രൈൻഡ് വർക്കായിരിക്കും അത്. ഓക്കെ, അവന്മാരെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ബൈ ദ വേ, ഞാൻ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഡ് എടുത്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രാഫ്റ്റിംഗ് റെസിപ്പിയൊക്കെ കിട്ടുന്നൊരു മോഡ്. ഇതാണ്. ഇപ്പം നേരത്തെ ഞാൻ അവിടെ മറ്റേ
ട്രേഡ് ചെറിയ അയൺ വെക്കുന്ന ട്രേഡിംഗ് ആണ് ഉണ്ടാക്കിയപ്പം ബ്ലാസ്റ്റ് ഫർണസ് ഉണ്ടാക്കി എനിക്കറിയാൻ പറ്റില്ല. ഞാൻ വില്ലേജിൽ നിന്ന് ഉണ്ടാക്കി മാത്രമേ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന റെസിപ്പിയും കിട്ടും. അതിൻ്റെ സാധനങ്ങൾ ഇപ്പോൾ സ്മൂത്ത് സ്റ്റോൺ അതൊക്കെ ഉണ്ടാകുന്ന സാധനം അതുണ്ടാക്കണമെങ്കിൽ സ്റ്റോൺ സ്മെൽറ്റ് ചെയ്താൽ മതി എന്ന് എനിക്കറിയാം. ഈ സ്റ്റോൺ ഉണ്ടാക്കണമെങ്കിൽ അത് കോപ്പിൾ സ്റ്റോൺ സ്മെൽറ്റ് ചെയ്താൽ മതിയെന്നും ഇവിടെ പറഞ്ഞു തരുന്നതാണ്. അതാണ് ആ ഒരു മോഡ്. ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വരാം. അയ്യോ ചത്തേ. ഞാനിപ്പോൾ റിച്ചായി. ഞാനിപ്പോൾ വലിയൊരു റിച്ചായി ഈ എൻചാൻമെൻറ്റ് ബുക്കിൻ്റെ കാര്യത്തിൽ. ഓക്കെ, കുറേ എൻചാൻമെൻറ്റ് ബുക്ക്സ് ഉണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ. പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ എമറാൾഡില്ല. എമറാൾഡിപ്പം 2 സ്റ്റാക്കും 7 ഇത്രേ ഉള്ളൂ. ആ കാര്യത്തിൽ ഞാൻ ദരിദ്രവാസിയായി, പിന്നെ പാവപ്പെട്ടവനായിപ്പോയി. പക്ഷേ ബുക്കിൻ്റെ കാര്യത്തിൽ ഞാൻ റിച്ചായി, അതും വലിയ റിച്ചായി. എന്തായാലും എമറാൾഡ് ഒപ്പിക്കാൻ വലിയ പാടില്ല. എൻ്റെ ഇൻവെൻറ്ററി നിറച്ചതാണ്. അതുകൊണ്ട് വിറ്റാൽ മതി, കുറച്ച് എമറാൾഡ് ഒപ്പിക്കാൻ പറ്റും. പിന്നെ ഇവന്മാരെന്നൊക്കെ തരുന്നത് വെച്ചാൽ ഇവൻ എനിക്ക് എഫിഷ്യൻസി 5, ഇവൻ എനിക്ക് അൺബ്രേക്കിംഗ് 3, ഇവൻ എനിക്ക് ഫെദർ ഫാളിങ് 4, ഇവൻ ലൂട്ടിങ് 3, ഇവൻ ഇൻഫിനിറ്റി, ഇവൻ ഫ്ലെയിം, ഇവൻ പവർ 5, പിന്നെ ഇവൻ ഫോർച്യൂൺ 3. ഞാൻ ചത്ത്. പിന്നെ ഒരു പവർഫുൾ ബോയ് ഉണ്ടാക്കുന്ന എല്ലാ സാധനവും ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. എന്തായാലും നമുക്കൊരു പവർഫുൾ ബോയ് ഉണ്ടാക്കി തന്നെ ഇന്നത്തെ എപ്പിസോഡ് തീർത്തേക്കാം. ബോയ് ഉണ്ടാക്കാൻ സ്ട്രിങ് വേണം, അതെൻ്റെ കയ്യിലുണ്ട്. പിന്നെ സ്റ്റിക്കും എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്കൊരു ബോയ് ഇപ്പം തന്നെ ക്രാഫ്റ്റ് ചെയ്തേക്കാം. ക്രാഫ്റ്റിൻ്റെ ഉള്ള ഇവിടെ ആണല്ലേ. ഓക്കെ, നമുക്കൊരു ബോയ് എവിടെ അതേ ബോ. ഓക്കെ, ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് എൻചാൻമെൻറ്റ് ആഡ് ചെയ്യണം. എവിടെ എൻ്റെ ബുക്ക്? ഇവത്തിൽ നിന്നൊരു പവർ 5, ഇൻഫിനിറ്റി, പിന്നെ ഫ്ലെയിം, പിന്നെ അൺബ്രേക്കിംഗ് 3 നമുക്ക് ആഡ് ചെയ്യണം. അത് ഒരെണ്ണം മേടിക്കേണ്ടി വരും, എൻ്റെ കയ്യിലില്ല. ഓക്കെ, ഒരു ബുക്ക് വേണമല്ലോ ഇനിയിപ്പം. ഓക്കെ, അത് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇനി അത് ആഡ് ചെയ്യണം. ഇനിയിപ്പോൾ ഇതിലോട്ട് അൺബ്രേക്കിംഗ് 3 ഇങ്ങനെയല്ല തിരിച്ച് വെക്കണം. ഓക്കെ, അൺബ്രേക്കിംഗ് 3 ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് ഈ ഫ്ലെയിമും ഇൻഫിനിറ്റിയും കൂടെ ഒരു ബുക്കാക്കാമല്ലേ? അതും ഓക്കെ, അതും ഒരു ബുക്കാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിലോട്ട് ഈ പവർ 5 ആഡ് ചെയ്ത് 6 കോസ്റ്റ്. അത് വേണ്ട, നമുക്ക് ഇതിലോട്ട് ബോയിലോട്ട് ഇത് ആഡ് ചെയ്യാം. ഓക്കെ, അത് 8 കോസ്റ്റ് എന്നാലും കുഴപ്പമില്ല, എടുത്തേക്കാം. കുറയാണ്ട് പിന്നെ എസ്പിക്ക് കുഴപ്പമില്ല. ഇനിയിപ്പം ഓക്കെ, ഒരു പവർഫുൾ ബോയ് ഇപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ഈ വെച്ചുണ്ടാക്കാൻ പറ്റിയതിൽ ഇനി ഇതിൻ്റെ അകത്തോട്ട് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതാണിപ്പോൾ ഏറ്റവും പവർഫുൾ ബോ. ചാർജും ഇല്ല, ഇപ്പോൾ സ്വിച്ച് ഓഫ് ആവും. 1% ഉള്ളൂ, 4% ഉണ്ട്. അത് മതി. പെട്ടെന്ന് പോയി ഒരു ആരോ എടുത്തൊന്ന് വെടിവെച്ച് നോക്കാണ്ട് എനിക്ക് സമാധാനമില്ല. പെട്ടെന്ന് എവിടെ എൻ്റെ ആരോ? ഇതിൻ്റെ അകത്തില്ലേ? പിന്നെ എവിടെയാ? എനിക്ക് തോന്നുന്നു ഈ പെട്ടിക്കകത്താണ്. ഈ പെട്ടിക്കകത്തുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് ഒരെണ്ണം കൈ വെച്ചിട്ട് ഒന്ന് വെടിവെച്ച് നോക്കണം. എവിടെ പോയി വെടിവെക്കും? എങ്ങോട്ട് പോവും? ഈ ആൺകോളത്തിനെ തന്നെ തട്ടാം, അതായിരിക്കും നല്ലത്. നീ എൻ്റെ സോംബിനെ എത്ര പ്രാവശ്യം കൊന്നോ ഇന്നോ? നീ ചാകട ചീണ്ടി കിട്ടിയിട്ടുണ്ട്. ചാകട. ഇവനെ ഞാൻ ലാഭ വീണ് ചാകാൻ അനുവദിക്കത്തില്ല. ഇവൻ എൻ്റെ അമ്പുകൊണ്ട് തന്നെ ആകണം. ചാകട. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്ര. ടാറ്റ ബൈ ബൈ. വീഡിയോ തീർന്നിട്ടില്ല. ഈ ക്യാരറ്റ് എല്ലാം ഇങ്ങോട്ടിരിക്കട്ടെ. എന്നിട്ട് ഞാനൊരു സംഭവം കാണിച്ചു തരാം. ഈ എമറാൾഡ് എടുത്തിട്ട് ഈ ഒരു ബ്രീഡറിൽ ഈ വില്ലേജറിലെ ഇവനാന്ന് തോന്നുന്നു. ഇവൻ തന്നെ. ഇവൻ്റെ ഏറ്റവും അവസാനത്തെ എൻചാൻമെൻറ്റ് നോക്ക്, ഗോൾഡൻ ക്യാരറ്റ്. ഞാനത് ഒപ്പിച്ചിട്ടുണ്ട്. ഇതൊരെണ്ണം കണ്ട് മേടിച്ചേക്കാം. എടുക്കടാ. ഗെയിമിൽ ഏറ്റവും കൂടുതൽ ഫുഡാണെന്നാണ് മൈൻക്രാഫ്റ്റ് ദൈവമൊക്കെ പറയുന്നത്. അപ്പം നമുക്കിത് തന്നെ തിന്ന് തുടങ്ങിയേക്കാം. ഓക്കെ, ഇപ്പോഴാണ് ഞാൻ ശരിക്കും റിച്ച് ആയത്. മറ്റേ മണ്ടന്മാരെ വെച്ച് ഞാൻ കുറേ നേരം നോക്കി. 10-200 പ്രാവശ്യം ആ ബ്ലോക്ക് ഞാൻ വെച്ചും പൊട്ടിച്ചും നോക്കി. മരം മര്യാദക്ക് വർക്കാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഇവനെ വന്ന് ട്രേഡ് ചെയ്തപ്പോഴാണ് ഇവനെനിക്ക് ഗോൾഡൻ ക്യാരറ്റ് വന്നത്. ഓക്കെ, എഗെയിൻ എ ന്യൂസ്. ഞാനിവിടെ നിന്ന് ഇവന്മാരെയൊക്കെ ഒന്ന് റെഡിയാക്കുമായിരുന്നു. ഒരു പന്ന ക്രീപ്പർ ഇവിടെ ഒന്ന് പൊട്ടി. ഭാഗ്യം ഇവന്മാർ മഴയത്ത് അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ ഒരു ബ്ലോക്ക് വെച്ച് അടച്ചേക്കാം. ഇവിടെ എൻ്റെ ബ്ലോക്ക് ഇവന്മാരെ കൊണ്ട് ഒരു ക്രീപ്പർ പന്ന കയറി ഇവിടെ ഒന്ന് പൊട്ടി. ഞാനിവിടെ പിന്നെയും കുറേ വില്ലേജേഴ്സിനെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഇപ്പോൾ 10-12 വില്ലേജേഴ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ നടുക്കൊരു പന്ന ക്രീപ്പർ വന്ന് പൊട്ടി. ഇത് ചെയ്യാൻ ഇവന്മാരെ കൊണ്ടൊരു വല്ലാത്ത ഇടങ്ങേറായി. ഞാനിവിടെ ഇരുന്ന് ഇവന്മാർ തരുന്ന ബുക്ക് എന്താ ചെയ്യുന്നതെന്ന് ഈ മോഡിട്ടത് ഈ സൈഡിൽ കൂടെ ബുക്കുണ്ട്, ലോകത്തിൽ കൂടെ കാണാൻ പറ്റും. ഇവിടെ അത് വെച്ച് ഞാൻ ഈ ബുക്കൊക്കെ
എന്താണ് നമുക്ക് തരുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കുമായിരുന്നു, നല്ലതാണോ ചീത്താണോ എന്നൊക്കെ. അപ്പനാണ് ഒരു ഒച്ച, നോക്കുമ്പോൾ ക്രീപ്പറും പൊട്ടി കുറേ വില്ലേജസ് ഇറങ്ങി ഓടുന്നു. എനിക്കെന്തായാലും ഈ വേൾഡ് ഞാൻ മടുത്ത്. ഞാൻ എന്തായാലും നാളെ മറ്റന്നാൾ 2-3 ദിവസം ഞാൻ ഈ വേൾഡിൽ കയറുന്നില്ല, എനിക്ക് മേല. ഞാൻ ഒന്നാമതേ കുറേ നാൾ സൂമ്പിയുടെ പുറകെ ഈ വേൾഡിൽ പോയി. എനിക്ക് ഈ വേൾഡ് എന്ത് ഷോക്കായിട്ട് തോന്നുന്നു. ഞാനെന്തായാലും എനിക്ക് മേല. ഞാൻ കുറേ പെർഫോമൻസ് മോഡൊക്കെ ഇട്ട് ഗെയിം നല്ല സ്മൂത്താക്കി വെച്ചായിരുന്നു എനിക്ക് കളിക്കാൻ വേണ്ടി. ഈ വീഡിയോയിൽ തന്നെ കുറച്ച് മുന്നും കണ്ടവർക്കറിയാം ഭയങ്കര ലാഗായിരുന്നു. അതൊക്കെ മാറ്റാൻ വേണ്ടി കുറേ പെർഫോമൻസ് മോഡും കാര്യങ്ങളും കുറേ ഇതൊക്കെ ഇട്ട് ഗെയിം കിടിലാക്കി വെച്ചതായിരുന്നു. അപ്പനാണ് ഇവന്മാർ. ഇപ്പം എനിക്ക് ഷെയർ ഇട്ടാലും കണ്ടോ ലാഗില്ല. എൻ്റെ വീട് വേണ്ട. ഷെയർ ഇടുമ്പോൾ കൊള്ളാൻ കേട്ടോ. എന്തായാലും എനിക്ക് മേല, ഞാൻ മടുത്ത്. എൻ്റെ അകത്ത് ഈ വില്ലേജറിനെ പറഞ്ഞിട്ട് കാര്യമില്ല, ക്രീപ്പറിനെ പറഞ്ഞാൽ മതി. സത്യം പറഞ്ഞാൽ എന്നെ പറഞ്ഞാൽ മതി. ഞാൻ ക്രീപ്പർ വരുമെന്ന് ഓർത്ത് ഞാൻ അവിടെ എന്തെങ്കിലും വെക്കണ്ടായിരുന്നു. ഈ രാത്രി കാര്യം ഞാൻ അറിഞ്ഞും ചെയ്തില്ല. പക്ഷേ ഇനിയിപ്പോൾ എന്തായാലും ഈ ബോയും നല്ല ബോയ. എന്തായാലും ഞാനിപ്പോൾ ഓപ്പിയാണ്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. യാവന്മാരെ എന്തെങ്കിലും കാണിച്ച് കയറ്റി വെക്കാം. എനിക്ക് തോന്നുന്നു പണിയില്ലാത്ത വില്ലേജസാണ് ചാടിപ്പോയെന്നാണ്. പണിയില്ലാത്ത വില്ലേജസ് ആണെങ്കിൽ കുഴപ്പമില്ല, പണിയുള്ള വില്ലേജസ് ആണെങ്കിലാണ് പണിയില്ലാതെ ഐ മീൻ നല്ല എനിക്ക് എൻജോയ്മെൻറ്റ് തരായിരുന്ന വില്ലേജസ് ആണെങ്കിൽ ഞാൻ തല്ലിക്കൊന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നല്ല എൻജോയ്മെൻറ്റ് തന്നുകൊണ്ടിരുന്ന വില്ലേജറാണ് പാടി. എഫിഷ്യൻസി 5 എന്ന വില്ലേജറൊക്കെയാണ് എങ്ങനെയെങ്കിലും അവന്മാർ തിരിച്ചാണ്. ഞാൻ ബൈ ദ വേ ഇവിടെ ഒരുത്തനെ കൊണ്ടിട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു വാളൊപ്പിക്കാൻ വേണ്ടി. കാരണം ഈ ഡയമണ്ട് ടൂൾസിന് വാള് മാത്രമാണ് കിട്ടാനുള്ളത്. ഇവനാണ് എനിക്ക് തരുന്നുമില്ല. അതാണ് പുതിയ ട്രെയിനിങ് ഹാള് ഞാൻ അത്രയും ദൂരത്തുണ്ടാക്കിയതിന് കാരണം ഭയങ്കര ലാഗായിരുന്നു. സത്യമാണ്, എനിക്കിപ്പോൾ അങ്ങോട്ട് പോവുകയാണ് എൻ്റെ FPS പോവും. എന്തായാലും സോംബി വാടാ, സോംബി കൊല്ലടാ ഹഡ്കോർ. എനിക്ക് മേല. നിങ്ങളെന്തായാലും അടുത്ത വീഡിയോ ഞാൻ അടുത്ത വീഡിയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് റെഡിയാക്കി കുറച്ചും കൂടി OP ഐറ്റംസ് ഉണ്ടാക്കാം. ഇവിടുത്തെ അൻഫോം പോലും വർക്കാകുന്നില്ല, ഞാൻ അത്ര ദൂരത്തേക്കണോണ്ട്. എന്തായാലും നിങ്ങളുടെ അടുത്ത വീഡിയോ. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ഉമാർക്ക് അയൺ ട്രേഡ് ചെയ്യുമായിരുന്നു. പിന്നെ ഒരു കഴിഞ്ഞ് അവൻ്റെ സ്കിൻ ഇട്ടിട്ടുണ്ട്, കണ്ടോളൂ. എൻ്റെ സ്കിൻ കാണുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നത്തില്ല. ഈ ആർമർ അയച്ച് കാണുമ്പോൾ കഴിയുമ്പോൾ മനസ്സിലാവും. ഞാൻ പുതിയൊരു സ്കിൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വീഡിയോ എന്തായാലും പുതിയ സ്കിന്നായിരിക്കും. അടുത്ത വീഡിയോ ഞാൻ ഒരു ബെഡ് റോക്ക് എഡിഷൻ മൾട്ടിപ്ലെയർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ശരി തന്നെ.